നമസ്കാരം. CPM ജില്ലാ സെക്രട്ടറി വിളിച്ചാൽ നീ ഫോൺ എടുക്കില്ല, അല്ലേടാ അട്ട മോനെ എന്ന് ആക്രോശിച്ചുകൊണ്ട് ആ സഖാവ് ആ ഉദ്യോഗസ്ഥനെ കയറി പിടിക്കുകയും കൊങ്ങയ്ക്ക് പിടിക്കുകയും ചെയ്തു. നാട്ടുകാരൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇനി ഈ സംഭവം എവിടെ നടന്നു, ആരാണ് ഈ ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നതും ഈ ഉദ്യോഗസ്ഥൻ ആരാണെന്നും ഞാൻ പറയാം. പത്തനംതിട്ട ജില്ലയിലാണ് സംഭവം. പത്തനംതിട്ട ജില്ലയിൽ അവിടെ ഐരൂർ എന്ന് പറയുന്ന ഒരു സഹകരണ ബാങ്കിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും CPMന്റെ കയ്യിലിരിക്കുന്ന, CPM കുറേ കാലമായിട്ട് ഭരിക്കുന്ന ഒരു സഹകരണ ബാങ്കാണ് ഈ ഐരൂർ സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. ഈ CPM കയ്യിലിരിക്കുന്ന ബാങ്ക് ആകുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള സർവ്വ കുതന്ത്രങ്ങളും നടത്തും, എല്ലാ കള്ളത്തരങ്ങളും നടത്തും, കള്ള വോട്ടുകൾ നടത്തും, കള്ള ഐഡന്റിറ്റി കാർഡുകൾ കൊടുത്തുവിടും. അങ്ങനെയുള്ള ഒരു ശ്രമം പണ്ടും CPM നടത്തുന്നുണ്ട്, ഇപ്പോഴും അത് വെച്ച് വളർത്തുന്നുണ്ട്. പക്ഷേ ഇനി പൊതു തെരഞ്ഞെടുപ്പിൽ അത്തരം കാര്യങ്ങൾ വലുതായി ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥയായി. സഹകരണ ബാങ്കുകളിൽ ഇനിയും ചെയ്യാൻ കാരണം ഈ സഹകരണ ഭരണം ഇരിക്കുന്നവരുടെ കയ്യിലാണ്, സഹകരണ വകുപ്പ് ഇരിക്കുന്നവരുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥൻ, ഒരു റിട്ടേണിംഗ് ഓഫീസറായ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്റെ മേലാണ് ഈ മേക്കിട്ട് കയറ്റം CPM നേതാവ് നടത്തിയത്. ഇനി എന്താണ് കാര്യം എന്ന് പറയാം. അതായത് അദ്ദേഹം ഈ പറയുന്ന സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥൻ ഈ ബാങ്കിലെ സഹകരണ റിട്ടേണിംഗ് ഓഫീസറാണ്. അദ്ദേഹം ഇലക്ഷൻ ഡ്യൂട്ടിയിലായിരുന്നു. ഇലക്ഷൻ ഡ്യൂട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന് ഫോണിൽ വിളിക്കുന്നത്. അദ്ദേഹം ഫോൺ എടുത്തില്ല. ബോധപൂർവം എടുക്കാത്തതാണ്, മനഃപൂർവ്വം എടുക്കാത്തതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന അക്രമം കാണിച്ച നീ CPM ജില്ലാ സെക്രട്ടറി ഫോൺ വിളിച്ചാൽ എടുക്കില്ല അല്ലേടാ, ഫോൺ എടുക്കില്ല അല്ലേടാ എന്ന് ചോദിച്ച ആ നേതാവും വിളിച്ചു രണ്ടാമത്. അപ്പോഴും ഇയാൾ എടുത്തില്ല. എടുക്കാത്തതിൻ്റെ കാര്യം അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അതിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജില്ലാ സെക്രട്ടറി വിളിക്കുന്നതും ഈ CPM നേതാവ് വിളിക്കുന്നതും എന്നെ സ്വാധീനിക്കാനും ഈ തിരഞ്ഞെടുപ്പിൽ ഇടപെടാനും അവിഹിതമായി ഇടപെടാനും ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും. അങ്ങനെ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് എന്നാണ് ഈ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥൻ, റിട്ടേണിംഗ് ഓഫീസറായ ഉദ്യോഗസ്ഥൻ പറയുന്നത്. പക്ഷേ അതൊന്നും CPMന് വിഷയമല്ല. CPM ജില്ലാ സെക്രട്ടറി വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എന്ന കാരണത്താൽ അയാളെ ജനങ്ങൾ നോക്കി നിൽക്കെ തന്നെ CPMന്റെ ഒരു നേതാവ്, ഇനി ആ നേതാവ് ആരാണെന്ന് പറയാം, പന്തളത്തെ CPMന്റെ പ്രമുഖനായ നേതാവാണ്. മാത്രമല്ല അവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അംഗവുമാണ്. BS അനീഷ് എന്നാണ് ഇയാളുടെ പേര്. അയാളാണ് ഈ റിട്ടേണിംഗ് ഓഫീസറായ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ഷർട്ടിന് കോളർ കുത്തിപ്പിടിക്കുകയും ചെയ്തത് എന്നാണ് അറിയുന്നത്. ഇയാൾ പറഞ്ഞു, ഇപ്പോൾ ഇതിനനുസരിച്ച് ഈ റിട്ടേണിംഗ് ഓഫീസർ നേരെ പോലീസിൽ പരാതിപ്പെടുന്നു. പക്ഷേ പോലീസിൽ നമുക്കറിയാമല്ലോ, ഇത്തരത്തിലുള്ള പരാതി ഇനി റിട്ടേണിംഗ് ഓഫീസർ അല്ല, വകുപ്പ് മേധാവി തന്നെ കൊണ്ട് കൊടുത്താലും ഒരു രക്ഷയുമില്ല. കാരണം പോലീസ് കേസെടുക്കില്ല. കാരണം ഇപ്പുറത്ത് നിൽക്കുന്നത് CPM നേതാവാണ്, CPMന്റെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, പന്തളത്തെ പ്രമുഖനായ CPM നേതാവാണ്. മാത്രമല്ല CPM നേതാവ് വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്ത വളരെ അപരാധമായ കുറ്റമാണ് ഈ പരാതിക്കാരൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ CPM ജില്ലാ സെക്രട്ടറി ഫോൺ വിളിച്ചപ്പോൾ എടുക്കാത്തത് വലിയ കുറ്റമാണ് എന്ന് പോലീസിന് അറിയാം. അതുകൊണ്ട് പോലീസ് ഈ ഉദ്യോഗസ്ഥന് കൊടുത്ത കേസ് എടുത്തിട്ടില്ല. പിന്നീട് ഈ പ്രശ്നം വലിയ വിഷയമായി, വലിയ ചർച്ചയായി, വലിയ വിവാദമായി, നാട്ടിലൊക്കെ വിവാദമായപ്പോൾ പോലീസ് പിന്നെ കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് കണ്ട് വളരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഈ അക്രമയെ ജാമ്യം നൽകാവുന്ന വകുപ്പുകൾ വെച്ചുകൊണ്ട്, നിസ്സാരമായ വകുപ്പുകൾ വെച്ചുകൊണ്ട് കേസ് എടുത്തു എന്നാണ് അറിയുന്നത്. ഇതേ സമയം നമ്മൾ നോക്കണം, ഈ ഒരു രാജ്യസഭ അംഗമായിരുന്ന ഒരു വ്യക്തി, ഒരു നാട്ടിൽ എല്ലാവർക്കും തൃപ്തനായ ഒരു വ്യക്തി, ആ വ്യക്തിയെ ഏത് വിധേനയും ജയിലിലടയ്ക്കാൻ, ഞാൻ സുരേഷ് ഗോപിയുടെ കാര്യമാണ് പറയുന്നത്, ജയിലിലടയ്ക്കാൻ എല്ലാ വകുപ്പുകളും ചേർത്ത്, ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത്, 2 വർഷം ജയിൽ ശിക്ഷിക്കാവുന്ന വകുപ്പുകൾ ചേർത്ത് അയാളെ പിടിച്ച് അകത്തിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പോലീസാണ്. ഈ നേരിട്ട് പോലീസിന്റെ കാഴ്ചയിൽ കണ്ടതാണ്. പോലീസുകാരും കൂടെ നിൽക്കുമ്പോഴാണ് ഈ അക്രമ സംഭവം CPM നടത്തിയത്. പക്ഷേ പോലീസിന് കിട്ടിയ പരാതി കേസെടുക്കാതെ വെച്ച് താമസിക്കുകയും പിന്നീട് അമിതമായിട്ടുള്ള വിവാദമായ പ്രശ്നങ്ങൾ മാറിയപ്പോൾ പോലീസിനെതിരെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ശക്തമായി വന്നപ്പോൾ പിന്നെ കേസെടുക്കാൻ പറ്റാത്തത് കൊണ്ട് കേസെടുത്തു. പക്ഷേ വളരെ ദുർബലമായ വകുപ്പുകൾ കേസെടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇതാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്നത്. ഇത് കേരളത്തിലെ നമ്മൾ കാണുന്ന ഭരണ സംവിധാനം, ഭരണകൂട സംവിധാനം, എന്തു പറയാം, ഈ ഭരണ
സംവിധാനം മുഴുവനും പാർട്ടിവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥയിലേക്കാണ് ആ നാടും സമൂഹവും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം.